നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചൊവ്വൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിനെ വിശുദ്ധന്റെ ഊട്ടുതിരുനാളോടെ ഭക്തി നിർഭരമായ സമാപനം. കാലം മാറുന്നതിനൊപ്പം തെരഞ്ഞെടുപ്പ് പ്രചരണ രീതിയിലും മാറ്റം വരുത്തി ചേർപ്പിലെ NDA സ്ഥാനാർത്ഥികൾ. QR കോഡ് മുഖേനയുള്ള ഡിജിറ്റൽ പ്രചരണമാണ് NDA സ്ഥാനാർത്ഥികൾ നടത്തുന്നത്. ഞെരുവശ്ശേരി ഞെരൂക്കാവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ചൂട്ടേറ് ചടങ്ങ് നടന്നു. നിരവധി ഭക്തരാണ് ചൂട്ടേറ് ചടങ്ങിൽ പങ്കെടുത്തത്. വാർത്തകൾ വിശദമായി. ചെവ്വൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിനെ വിശുദ്ധന്റെ ഊട്ടുതിരുനാളോടെ ഭക്തി നിർഭരമായ സമാപനം. നിരവധി വിശ്വാസികളാണ് ഊട്ടുതിരുനാളിൽ പങ്കുചേർന്നത്. ബുധനാഴ്ച രാവിലെ 6:30 വിശുദ്ധ കുർബാനയോടെ ഊട്ടുതിരുനാൾ ചടങ്ങിന് തുടക്കമായി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നേർച്ച ഊട്ട് ആശീർവാദം നടന്നു. രാവിലെ 9-ന് ഊട്ടുതിരുനാൾ പാട്ടുകുർബാന നടന്നു. മനക്കുടി സാവിയോ ഹോം ഡയറക്ടർ ഫാദർ സാജൻ വടക്കൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജസ്റ്റിൻ പൂഴിക്കുന്നേൽ തിരുനാൾ സന്ദേശം നൽകി. തിരുനാൾ കുർബാനയ്ക്ക് ശേഷം നേർച്ച ഊട്ട് വിതരണത്തിന് തുടക്കമായി. നിരവധി വിശ്വാസികളാണ് നേർച്ച ഊട്ടിൽ പങ്കെടുത്തത്. വൈകിട്ട് 5 മണിക്ക് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ചിയാരം ഗലീലിയിലെ ഫാദർ ഡോക്ടർ ജിയോ ഫ്രാൻസിസ് എടക്കളത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കപ്പേളയിലേക്ക് നടന്ന പ്രദക്ഷിണത്തിലും വിശ്വാസികൾ പങ്കെടുത്തു. കാലം മാറുന്നതിനൊപ്പം തെരഞ്ഞെടുപ്പ് പ്രചരണ രീതിയിലും മാറ്റം വരുത്തി ചേർപ്പിലെ NDA സ്ഥാനാർത്ഥികൾ. QR കോഡ് മുഖേനയുള്ള ഡിജിറ്റൽ പ്രചരണമാണ് NDA സ്ഥാനാർത്ഥികൾ നടത്തുന്നത്. ചെറുപ്പ് പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും ബ്ലോക്ക് ഡിവിഷനുകളിലും ഡിജിറ്റൽ പ്രചരണമാണ് NDA സ്ഥാനാർത്ഥികൾ പയറ്റുന്നത്. വോട്ട് അഭ്യർത്ഥിച്ച NDA സ്ഥാനാർത്ഥികൾ വോട്ടർമാർക്കരികിലെത്തുന്നത് QR കോഡുമായാണ്. QR കോഡ് സ്കാൻ ചെയ്യുന്നതിലൂടെ ചേർപ്പിൽ NDA നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പദ്ധതികളുടെ പൂർണ്ണ വിവരം വോട്ടർമാർക്ക് ലഭ്യമാകും. കൂടാതെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള വിവരവും തങ്ങളുടെ നിർദ്ദേശങ്ങൾ വോട്ടർമാർക്ക് സമർപ്പിക്കാനുള്ള അവസരവും ഇതോടൊപ്പം ലഭിക്കും. കേരളത്തിൽ ആദ്യമായാണ് ഒരു പഞ്ചായത്തിൽ എല്ലാ സ്ഥാനാർത്ഥികളും ഡിജിറ്റൽ പ്രചാരണം നടത്തുന്നത്. അടുത്ത ഘട്ടത്തിൽ വോട്ടർമാരുടെ പൂർണ്ണ വിവരങ്ങൾ ഉൾപ്പെടുന്ന വോട്ടർ സ്ലിപ്പും ഡിജിറ്റൽ മുഖേന കൈമാറും. പരിസ്ഥിതി സൗഹൃദമാക്കുന്നതിനൊപ്പം പുതിയ ഡിജിറ്റൽ രീതികൾ അവലംബിക്കുക എന്ന ഉദ്ദേശവും NDAയ്ക്കുണ്ട്. ഇതിലൂടെ തങ്ങളുടെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് കൈമാറുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. എല്ലാവർക്കും നമസ്കാരം. വികസിത കേരളമാണ് ദേശീയ ജനാധിപത്യ സഖ്യം ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയം. ഇവിടെ ഇത് ചേർപ്പ് പഞ്ചായത്താണ്. വികസിത ചേർപ്പാണ് ഞങ്ങൾ ഇവിടെ ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ QR കോഡിൽ സ്കാൻ ചെയ്താൽ ചേർപ്പ് പഞ്ചായത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുന്നത് എന്ന് പറയുന്ന കൃത്യമായും കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഈ QR കോഡിൽ സ്കാൻ ചെയ്താൽ അത് കൃത്യമായി ബോധ്യപ്പെടും. അത് തിരിച്ചറിയുക മാത്രമല്ല, ഇനി ഈ നാട്ടിലെ നാട്ടുകാർക്ക് എന്തെങ്കിലും സജഷൻസ് മുന്നോട്ട് വയ്ക്കാനുണ്ടെങ്കിൽ അതുകൂടി രേഖപ്പെടുത്തുവാനുള്ള സ്പേസ് ഇതിനകത്തുണ്ട്. എല്ലാം അതുപോലെ തന്നെ ഇതിനകത്ത് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയാണ് ഞാൻ ഉൾപ്പെടെ ബ്ലോക്ക് സ്ഥാനാർത്ഥികൾ, ഗ്രാമപഞ്ചായത്തിലെ സ്ഥാനാർത്ഥികൾ, എല്ലാ സ്ഥാനാർത്ഥികളുടെയും ഡീറ്റെയിൽസ് ഇതിനകത്തുണ്ട്. കൃത്യമായും ഇതിനകത്ത് പരിശോധിച്ചാൽ അത് മനസ്സിലാകും. ഇത് എല്ലാവരും കാണുക. നിങ്ങളുടെ പിന്തുണ ഉണ്ടാകണം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരണം. ജില്ലാ പഞ്ചായത്ത് ചേർപ്പ് ഡിവിഷൻ സ്ഥാനാർത്ഥി ലോചനൻ അമ്പാട്ട്, ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥി സുജീഷ കള്ളിയത്ത്, BJP ചേർപ്പ് പഞ്ചായത്ത് കമ്മിറ്റി ഇൻചാർജർമാരായ ഹരിപ്രസാദ് സുനിൽ, യുവമോർച്ച മുൻ ജില്ലാ പ്രസിഡന്റ് ഗോപിനാഥ് എന്നിവർ പ്രചരണ പരിപാടിക്ക് നേതൃത്വം നൽകി. ഞെരുവശ്ശേരി ഞെരൂക്കാവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ചൂട്ടേറ് ചടങ്ങ് നടന്നു. നിരവധി ഭക്തരാണ് ചൂട്ടേറ് ചടങ്ങിൽ പങ്കെടുത്തത്.
ചൊവ്വാഴ്ച ദീപാരാധനയ്ക്ക് ശേഷമാണ് ചൂട്ടേർ ചടങ്ങ് നടന്നത്. ദീപാരാധനയ്ക്ക് ശേഷം ശ്രീകോവിലിൽ നിന്ന് ദീപം തെളിയിച്ചു. തുടർന്ന് തെളിയിച്ച ദീപത്തിൽ നിന്ന് ആലിന് സമീപം ഒരുക്കിയ ചൂട്ടുകളിലേക്ക് തീ പകർന്നു. ഊരായ്മ കുടുംബത്തിലെ ഉപനയനം കഴിഞ്ഞവർ ഇരു കൈകളിലും കത്തിച്ച ഓലച്ചൂട്ടുകൾ പിടിച്ചു. ഈ സമയം ഞെരൂരപ്പന ഹരിയോം ഹരി എന്ന് ഉച്ചരിച്ച ഇവർ ക്ഷേത്രം പ്രദക്ഷിണം ചെയ്തു. പ്രദക്ഷിണത്തിന് ശേഷം ചൂട്ടുകൾ ആലിലേക്ക് കൂട്ടമായി എറിഞ്ഞു. തുടർന്ന് ശ്രീഭൂതബലിയും നടന്നതോടെ ചൂട്ടേറ് ചടങ്ങിന് സമാപനമായി. ചേർപ്പ് പടിഞ്ഞാട്ടുമുറിയിൽ 3.5 പതിറ്റാണ്ടിനൊടുവിൽ കന്നിവോട്ട് ചെയ്യാൻ പ്രവാസി. തന്റെ കന്നിവോട്ട് മകൻ സ്ഥാനാർത്ഥിയായ തിരഞ്ഞെടുപ്പിലെന്നത് പിതാവിനുള്ള ഇരട്ടി മധുരവുമാണ്. പടിഞ്ഞാറ്റുമുറി ഇരിക്കാലി റോഡിൽ പുതിയ വീട്ടിൽ സലീമിന് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പെന്നാൽ കന്നി വോട്ടിനുള്ള അവസരമാണ്. കഴിഞ്ഞ 36 വർഷമായി സൗദി, അബുദാബി എന്നിവിടങ്ങളിലായി ഡ്രൈവറായിരുന്നു സലീം. നാളിതുവരെ സലീമിന് തന്റെ വോട്ടവകാശം വിനിയോഗിക്കാനായിട്ടില്ല. വോട്ട് ചെയ്യാൻ താൽപ്പര്യമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് അവധിക്ക് നാട്ടിലെത്തുമ്പോൾ അന്ന് തെരഞ്ഞെടുപ്പ് കാലമാകില്ല എന്നതായിരുന്നു തടസ്സം. എന്നെങ്കിലും തെരഞ്ഞെടുപ്പിൽ തന്റെ വോട്ടവകാശം വിനിയോഗിക്കാൻ സലീം പുതിയ വീട്ടിൽ ആഗ്രഹിച്ചിരുന്നു. ഓരോ തവണയും വോട്ടർ പട്ടികയിൽ തന്റെ പേരുണ്ടോ എന്ന് കൃത്യമായി അന്വേഷിക്കുന്നതും ഇതിനായിരുന്നു. പ്രവാസിയായിട്ട് ഞാൻ 36 വർഷം പ്രവാസിയായിരുന്നു. വോട്ട് ചെയ്യാൻ ഇതുവരെ ഒരു അവസരവും കിട്ടിയിട്ടില്ല. ഒന്നിലും പാർലമെൻറ്റ്, അസംബ്ലി, പഞ്ചായത്ത്. ആദ്യമായിട്ട് വോട്ട് ചെയ്യാൻ പോകുന്നത് മകന് വേണ്ടിയിട്ടുള്ള ഒരു സന്തോഷമുണ്ട്. അതും 60-ാം വയസ്സിൽ. ഈ 10-ാം തീയതി 60 വയസ്സ് തികയും ചെയ്യും. 11-ാം തീയതി വോട്ടും. അതിൻ്റെ ത്രില്ലിലാണ് ഇപ്പോൾ. അവസരം കിട്ടാനിട്ടാണ് ഞാൻ ലീവിന് വരുമ്പോൾ ഇലക്ഷൻ ഒന്നും ഉണ്ടാവാറില്ല. അത് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമൊക്കെ ഞാൻ വരാറ്. വന്നു കഴിഞ്ഞാൽ പോവും. വോട്ട് ലിസ്റ്റിൽ പേരൊക്കെ ഉണ്ട്. ഞാൻ വോട്ട് ചെയ്യാൻ അവസരം കിട്ടിയിട്ടില്ല. 60-ാം വയസ്സിലാണ് വോട്ട് ചെയ്യാൻ ഒരു അവസരം കിട്ടിയത്. അത് മകന് വേണ്ടിയിട്ട്. പ്രതീക്ഷ ഇവിടെ UDF ജയിക്കണമെന്നാണ് ഉള്ള ആഗ്രഹത്തിന് നിൽക്കുന്നത്. ജയിക്കും സ്വന്തമായിട്ടും 100% ഉറപ്പ് ഉണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നത്. ഭാര്യ ഷക്കീല, മക്കളായ PS, ഫൈസൽ, അഫ്സൽ എന്നിവർ ഉൾപ്പെട്ട കുടുംബം. ഫൈസലിന്റെ ഭാര്യ സാലിഹയും മക്കളായ ഹന്ന ഫാത്തിമയും സന ഫാത്തിമയും സലീമിനൊപ്പമാണ് താമസിക്കുന്നത്. മുത്തുള്ളിയാൽ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഹന്ന ഫാത്തിമ. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരിക്കെ പൊതുപ്രവർത്തകനെന്ന നിലയിൽ ശ്രദ്ധേയനാകാൻ PS ഫൈസലിനായി. എഞ്ചിനീയറായ ഫൈസലിനെ അതുകൊണ്ട് തന്നെ UDFന്റെ സ്ഥാനാർത്ഥിയാകാനുള്ള അവസരവും തേടിയെത്തിയിരിക്കുകയാണ്. ചേർപ്പ് പഞ്ചായത്ത് 17ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയാണ് PS ഫൈസൽ. ചൂണ്ടൽ പഞ്ചായത്തിലും തൃശൂർ കോർപ്പറേഷനിലും ഓവർസിയറായി ജോലി ചെയ്ത ഫൈസൽ നിലവിൽ സ്വന്തമായി കൺസ്ട്രക്ഷൻ നടത്തുകയാണ്. 16 വയസ്സായിരിക്കെ പൊതുപ്രവർത്തകനായി തുടങ്ങിയ അനുഭവം സ്ഥാനാർത്ഥിയെന്ന നിലയിൽ കരുത്താകുമെന്ന പ്രതീക്ഷയിലാണ് ഫൈസൽ. ഇതിനിടയിലാണ് 1 വർഷം മുൻപ് പ്രവാസ ജീവിതം മതിയാക്കി ഫൈസലിന്റെ പിതാവ് സലീം നാട്ടിലെത്തിയത്. തന്റെ കന്നി വോട്ട് ചെയ്യാൻ കാത്തിരുന്ന അദ്ദേഹത്തിന് മകൻ ഫൈസലിന്റെ സ്ഥാനാർത്ഥിത്വം സന്തോഷം ഇരട്ടിപ്പിച്ചിരിക്കുകയാണ്. ഈ മാസം 10-ന് സലീമിന്റെ 60-ാം പിറന്നാൾ ആഘോഷിക്കുന്നു. പിറ്റേന്ന് 11-ാം തീയതി സലീമിന് കന്നി വോട്ടിനുള്ള അവസരവും. പിതാവിന്റെ കന്നി വോട്ട് തനിക്കാണ് എന്നതിൽ കൂടുതൽ സന്തോഷത്തിലാണ് PS ഫൈസലും കുടുംബവും. ഞാൻ 16 വയസ്സ് തൊട്ടിട്ടാണ് പൊതുരംഗത്തേക്ക് ഇറങ്ങണത്. അതിനുശേഷം നമ്മുടെ നാട്ടിൽ എന്ത് ആവശ്യം വന്നാലും നമ്മൾ ഏറ്റവും വശം ഓടി വരും. ഒരു ആക്സിഡൻ്റ് ആയാലും ശരി, ഒരു ദുരന്തമായാലും ഇതിനും ഞാൻ മുന്നിൽ തന്നെ ഉണ്ടാവാറുണ്ട്. അതുതന്നെയാണ് ഈ നാട്ടുകാരെനിക്ക് തരുന്ന ഏറ്റവും വലിയ പ്രചോദനം. ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ നിയോജകമണ്ഡലം സെക്രട്ടറി ആയിരുന്നു. അതിനുശേഷം ഞാനിപ്പോൾ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ആയി. അതിന് ശേഷം ഇപ്പോൾ ആദ്യമായിട്ടാണ് മത്സരിക്കാനായിട്ട് ഒരു അവസരം ലഭിക്കുന്നത്. അതുതന്നെ വളരെയധികം സന്തോഷത്തിലാണ് ഞാനുള്ളത്. പിന്നെ ജനങ്ങളുടെ പിന്തുണ എനിക്ക് കൂടുതൽ ഊർജ്ജം നൽകുന്നുണ്ട്. ഉപ്പാനെ സംബന്ധിച്ചോളം എൻ്റെ വളരെ ചെറുപ്പത്തിൽ തൊട്ടിട്ട് വീടിൻ്റെ ഓരോ കാര്യങ്ങളായിട്ട് വിദേശത്തായിരുന്നു. ഇലക്ഷൻ സമയത്ത് നാട്ടിലേക്ക് വരാൻ പറ്റാറുണ്ടായിരുന്നു. എപ്പോഴും ഇലക്ഷൻ സമയത്ത് വിളിച്ച് ചോദിക്കും, എൻ്റെ പേര് വോട്ടർ ലിസ്റ്റിലുണ്ടോ, കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിലുപരി ഞാൻ സ്ഥാനാർത്ഥിയായി കിട്ടിയപ്പോൾ അതും എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അത് കഞ്ഞോട്ട് എനിക്ക് വേണ്ടി ആയപ്പോൾ അത് വളരെയധികം സന്തോഷമാണ്. വീട്ടിലെല്ലാവരും നല്ലൊരു സന്തോഷപ്രീതിയിലാണ് ഇരിക്കുന്നത്. സഹോദരൻ അഫ്സൽ എറണാകുളത്ത് സ്വന്തമായി IT കമ്പനി നടത്തുകയാണ്. സഹോദരന് വോട്ട് ചെയ്യാൻ അഫ്സൽ ഭാര്യ മുഹസേനയ്ക്കൊപ്പം നേരത്തെ തന്നെ പടിഞ്ഞാറ്റുമുറിയിലെ വീട്ടിലെത്തി. പ്രവാസിയായ സലീമിന്റെ പിതാവിന്റെ ബന്ധു നഹ എന്ന അബ്ദുൽ ഖാദർ ഉൾപ്പെടുന്ന ബന്ധുക്കളും ഇവർക്കൊപ്പം സന്തുഷ്ടരാണ്. ഏതായാലും പിതാവ് സലീമിനായി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് കന്നി വോട്ടിനുള്ള അവസരമാണെങ്കിൽ മകൻ ഫൈസലിനിത് കന്നി അംഗവുമാണ്. മധുരം അതിമധുരം എന്ന് പറഞ്ഞ പോലെയാണ്. ആൾക്ക് 60-ാമത്തെ വയസ്സാണ്
അതും വോട്ടിൻ്റെ തലേദിവസമാണ് 10-ാം തീയതിയാണ് 60ാമത്തെ വയസ്സ് തികയണത്. അതിൽ മോന് സ്ഥാനാർത്ഥിയായി നിൽക്കട്ടെ ആദ്യമായിട്ട് ഒരു വോട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകത ഉണ്ടല്ലോ. അതായിരുന്നു ഞങ്ങൾക്ക് കൂടുതൽ ത്രില്ല്. എല്ലാവർക്കും ഒരു ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങൾ. ആ സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോൾ എൻ്റെ ഇക്കയാണ് നിൽക്കുന്നത്, ഫൈസൽ PS. അതിലുപരി ഉപ്പാക്ക് ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യാൻ പറ്റുന്നത്. അതും ഇക്കാക്ക് വേണ്ടിയിട്ട് 17ാം വാർഡിലാണ് സ്ഥാനാർത്ഥി നിൽക്കുന്നത്. അതും 60ാം വയസ്സിൽ. ഇത്ര നാളും പ്രവാസിയായിരുന്നു, 36 വർഷത്തോളം പ്രവാസിയായിട്ട് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നാട്ടിലുണ്ട്. അപ്പോൾ അത് ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്. വളരെ സന്തോഷമുണ്ട്. സ്ഥാനാർത്ഥിയായിട്ട് എൻ്റെ ഇക്കയാണ് നിൽക്കണേ. അതിലുപരി ഉപ്പാട് ആദ്യത്തെ വോട്ടാണ്. അപ്പോൾ എല്ലാവരും വളരെയധികം ഹാപ്പിയിലാണ്. ഊരകം അമ്മ തിരുവടി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക പ്രസാദ ഊട്ടിനുള്ള ദ്രവ്യ സമർപ്പണം നടന്നു. മേളപ്രമാണിക്ക് പുറമെ വിവിധ കമ്മിറ്റികളുടെ പുരസ്കാരം നേടിയവരെ ചടങ്ങിൽ ആദരിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ ഉദയകുമാർ ദ്രവ്യസമർപ്പണം നിർവഹിച്ചു. തൃക്കാർത്തിക മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിഭവ സമർപ്പണമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഊരകത്തമ്മ തിരുവടി ക്ഷേത്രത്തിലെ ഓരോ ചെറിയ ചടങ്ങിന് പോലും ഇങ്ങനെ പങ്കെടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമായി തന്നെ കരുതുകയാണ്. നാട്ടുകാരുടെ എല്ലാവരുടെയും ഭക്തജനങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി മുൻ വർഷത്തേതിലും ഭംഗിയായിട്ട് തന്നെ ഇത്തവണയും തൃക്കാർത്തിക മഹോത്സവം നടക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ വിഭവ സമാഹരണ ചടങ്ങിലേക്ക് നിങ്ങളുടെ എവിടെയും അനുഭവത്തോടു കൂടി കടക്കുക. ഊരകം ദേവസ്വം ഓഫീസർ M. സുധീർ, ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് ഉഷ, സെക്രട്ടറി A. K. സതീശൻ, മറ്റ് സമിതി അംഗങ്ങൾ, ജീവനക്കാർ, ഭക്തർ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് ഊരകം മേളപ്രമാണിയും തൃശൂർ പൂരം തിരുവമ്പാടി വിഭാഗം മേളപ്രമാണിയുമായ ചെറുശ്ശേരി പണ്ടാരത്തിൽ കുട്ടന്മാരാർ, വിവിധ കമ്മിറ്റികളുടെ പുരസ്കാരം നേടിയ ഊരകം ക്ഷേത്ര ജീവനക്കാരായ ബാബു നമ്പീശൻ, തൃപ്പേക്കുളം മാരാത്ത് ഉണ്ണിമാരാർ, കൊമ്പത്ത് അനിൽകുമാർ, കൊമ്പത്ത് ചന്ദ്രൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ, ക്ഷേത്രം ഉപദേശക സമിതി, ക്ഷേത്ര ജീവനക്കാർ എന്നിവർ ചേർന്നാണ് ആദരം നിർവഹിച്ചത്. ഇനി സ്ഥാനാർത്ഥിക്കൊപ്പം. സ്ഥാനാർത്ഥിക്കൊപ്പം ഇന്ന് ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡ് സ്ഥാനാർത്ഥിക്കൊപ്പമാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയോടൊപ്പമാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത്. അദ്ദേഹം കൂടി ഉണ്ട്. നമസ്കാരം. നമസ്തേ. ജിജു എന്നാണ് പേര്, ജിജു ഭരത് എന്നാണ് പേര്. തിരുളക്കാവ് ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലാണ് വീട്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡ് സ്ഥാനാർത്ഥിയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ 7ാം വാർഡ് സ്ഥാനാർത്ഥിയാണ്. ഒരു പുതുമുഖമല്ലേ? സ്ഥാനാർത്ഥിയായിട്ട് പുതുമുഖമാണ്. എങ്ങനെയാണ് ഈ ഒരു പുതുമുഖത്തിനെ ആളുകളൊക്കെ ആയിട്ട് എത്തുമ്പോഴുള്ള സമീപനം? പുതുമുഖം എന്ന് പറയുന്നത് ചേർപ്പുകാർക്ക് സുപരിചിതമാണ്, എങ്കിലും ഈ സ്ഥാനാർത്ഥി എന്നത് ഒരു പുതുമുഖമാണ്. അതെ. ഞാൻ കാലങ്ങളായിട്ട് ഈ പ്രവർത്തന മേഖലയിലുള്ളതാണ്. നമ്മുടെ ഇലക്ഷനും ബന്ധപ്പെട്ടിട്ട് നമ്മൾ സജീവമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ അറിയാത്തതായിട്ട് ആരും ഉണ്ടാവാൻ സാധ്യതയില്ല. സുപരിചിതൻ തന്നെയായിരിക്കാൻ സാധ്യതയുള്ളൂ. 7ാം വാർഡിൻ്റെ സമഗ്ര വികസനത്തിന് വിജയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് മനസ്സിലുള്ള പദ്ധതികൾ? നമ്മൾ ഇതാണ് വരദ എന്ന ആശയം ഇതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. നമ്മൾ കാലങ്ങളായിട്ട് ഈ ആശയങ്ങളുമായിട്ട് സംസാരിക്കലും പല ആളുകളുമായിട്ടും മുതിർന്ന ആളുകളുമായിട്ട് സംസാരിച്ച് രൂപപ്പെടുത്തിയിട്ടുള്ള ആശയങ്ങളാണ്, പുതിയ ആശയങ്ങളാണ്. പുതിയ നാടിന് വേണ്ടി പുതിയ ആശയങ്ങളാണ് നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമ്മുടെ നാടിനൊരു മാതൃക നാടാക്കി പഞ്ചായത്താക്കി മാറ്റുക എന്നുള്ളത് കാലങ്ങളായിട്ടുള്ള നമ്മുടെ ഒരു സ്വപ്നമാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തവണ മത്സരിക്കുന്നത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഴുവൻ സ്ഥാനാർത്ഥികളുടെ മനസ്സിലും നെഞ്ചിലും ഈ സ്വപ്നങ്ങളുണ്ട്. ഇത് നമ്മൾ തീർച്ചയായി നിറവേറ്റുക തന്നെ ചെയ്യും. ഉറപ്പാണ്. എത്ര ഘട്ടമായി? ഞാൻ 2 ഘട്ടമായിട്ടുള്ളൂ. 2 ഘട്ടത്തിലേക്കൊക്കെ ആളുകളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ എങ്ങനെയാ അവരുടെ ഒരു നമുക്ക് കിട്ടുന്ന ഒരു ആത്മവിശ്വാസം എത്രത്തോളം? തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ മുഴുവൻ ആത്മവിശ്വാസം ഉണ്ട്. ആത്മവിശ്വാസം പകർന്നു കൊടുക്കുമ്പോൾ തിരിച്ചും ആ ആത്മവിശ്വാസം നമുക്ക് തിരിച്ചു തരുന്നുണ്ട്. ഈ അണികളൊക്കെ എല്ലാ ദിവസവും കൂടെ ഉണ്ടോ? എല്ലായ്പ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നുണ്ട്. ഇപ്രാവശ്യം കൂടി നമ്മുടെ വാർഡ് നല്ല രീതിയിൽ മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കുന്നതാണ് നമ്മുടെയൊക്കെ വിശ്വാസം. തീർച്ചയായിട്ടും ഈ 7ാം വാർഡിനെ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയാണ്? 7ാം വാർഡിന് വെച്ചാൽ ഇപ്പോൾ വാർഡ് വിഭജനം നടന്നിട്ടുണ്ട്. അതിൻ്റെ ചെറിയൊരു ഏരിയ പുതിയ കയറി വന്നിട്ടുണ്ട്. അത് മാത്രം പ്രശ്നമുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ 2 ടൈമിൽ BJP തന്നെയാണ് ജയിച്ചിട്ടുള്ളത്. അപ്പോൾ ശ്യാമ ടീച്ചർ തുടങ്ങി വെച്ച വികസനത്തിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ജിജി ചേട്ടൻ ഉണ്ടായിരുന്നു. അതിൽ തുടർച്ചയായിട്ട് ഇനി ജിജി ചേട്ടൻ വരെയാണ്. അതെ. അവിടെ 100% നമുക്കത് ജിജി ചേട്ടനിൽ തന്നെ തുടങ്ങിയത് ഞങ്ങൾ. അതിനി ജിജി ചേട്ടൻ തുടർന്ന് പിന്നണിയിൽ. അതെ.
എത്രത്തോളം ഉണ്ട് കോൺഫിഡൻസ്? 100% കോൺഫിഡൻസ്. ശക്തമായ മത്സരമായിരിക്കും അല്ലേ? ശക്തമായ മത്സരമായിരിക്കും. നമ്മളിപ്പോൾ മാറ്റത്തിനായ ജനങ്ങൾ മാറ്റത്തിന് വേണ്ടി BJPയോട് കൂടെ നിൽക്കുന്ന വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും. എന്തായാലും എല്ലാവിധ ഭാവുകളും ഞങ്ങൾ നേരുകയാണ്. വിജയിച്ചു വരട്ടെ. തീർച്ചയായിട്ടും ഞങ്ങൾ ആശംസിക്കുന്നു. ഓരോ ഇനിയിപ്പോ എങ്ങനെയാ, എത്ര രാവിലെ എപ്പോൾ തുടങ്ങും? രാവിലെ 7:30 തുടങ്ങും. നല്ല വെയിലാണ്. നല്ല ചൂടാണ്, രാഷ്ട്രീയ ചൂടുണ്ട്. അപ്പോൾ നമ്മളുമായി ചൂട്ടോടുകൂടി പിന്നാലെ ഓടുക തന്നെയാണ്. നമുക്ക് ജയിക്കണം ഇത്തവണ. പഞ്ചായത്ത് ഭരണം പിടിക്കുക എന്ന് തന്നെയാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. അത് പിടിച്ചിരിക്കും. ജനങ്ങളുടെ പൂർണ്ണമായ സപ്പോർട്ട് ഉണ്ടാവും തന്നെയാണ് നമ്മൾ. അതുപോലെയുള്ള ആശയങ്ങളാണ് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പുതിയ ആശയങ്ങൾ തന്നെയാണ്, പുതിയ നാടിന് വേണ്ടി പുതിയ ആശയങ്ങൾ തന്നെയാണ് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് ജനങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ പൂർണ്ണമായ ആത്മവിശ്വാസം. അപ്പോൾ നമ്മൾ വിജയിക്കുക തന്നെ. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് ഈ സ്ഥാനാർത്ഥി ഒട്ടും വിശർക്കുന്നില്ല കേട്ടോ. ഞാനാണെങ്കിൽ നല്ല വിശർപ്പാണ്. അത് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ടെൻഷനൊന്നുമില്ല. നമ്മൾ ആശയങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. ഇനി അവർ മനസ്സിലാക്കട്ടെ എന്താന്നുള്ളത്. തീർച്ചയായിട്ടും എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. ഒരു ജിജി കഴിഞ്ഞ് മറ്റൊരു ജിജിയിലേക്കുള്ള യാത്രയാണ്. ജിജി മാറി യു ആയി എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും ജായുണ്ട് തുടക്കം. അപ്പൊ ആ ജാക്കാര് ജയത്തോടു കൂടി മുന്നോട്ട് പോട്ടെ. തീർച്ചയായിട്ടും മറ്റൊരു സ്ഥാനാർത്ഥിയോടൊപ്പം ഞങ്ങൾ കണ്ടുമുട്ടാം. എല്ലാവിധ ഭാവങ്ങളും ഈ സ്ഥാനാർത്ഥിക്കും മീഡിയ ഫോർ നേരുകയാണ്. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിൻ്റെ പല രംഗങ്ങളും യഥാർത്ഥത്തിൽ ചൂടുപിടിക്കുന്ന ഒരു മേഖലയാണ്. പ്രത്യേകിച്ച് ചേർപ്പുകാർക്ക്, എത്രയോ തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിച്ച ചേർപ്പുകാർക്ക് സുപരിചിതമായ ഒരു വ്യക്തിത്വമുണ്ട്. ഇവിടെ രാഷ്ട്രീയമില്ല. കാരണം ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും BJP ആണെങ്കിലും ഇനിയിപ്പോൾ സ്വതന്ത്രനാണെങ്കിലും ഏത് പാർട്ടിയാണെങ്കിലും എല്ലാവർക്കും കയറി വരുവാനായിട്ട് നിർബന്ധിതമായ ഒരു സ്ഥാപനമാണ് നമ്മുടെ ചേർപ്പിലെ വളദേവസി സ്റ്റോഴ്സ്. വളദേവസി സ്റ്റോഴ്സിൽ നമുക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റും, തെരഞ്ഞെടുപ്പിൻ്റെ സമയമായാലും ഓരോ സീസണിലും ഓരോ കച്ചവടത്തിനേക്കാൾ ഉപരിയായിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെയും LDFിൻ്റെയും UDFിൻ്റെയും എന്ന് വേണ്ട സകല പാർട്ടിക്കാരുടെയും ആവശ്യമായ എല്ലാ വസ്തുക്കളും കിട്ടും. അപ്പോൾ സത്യത്തിൽ രാഷ്ട്രീയമുണ്ടോ എന്ന് ആദ്യം ചോദിച്ചു നോക്കട്ടെ. രാഷ്ട്രീയം ശരിക്കും ഉണ്ടോ? രാഷ്ട്രീയമില്ല. എല്ലാവരും നമ്മൾ വേണ്ടപ്പെട്ടവരാണ്. എങ്ങനെയുണ്ട് കച്ചവടം? എങ്ങനെയുണ്ട് കച്ചവടം? കുഴപ്പമില്ല. ഇതുവരെ നല്ല ഇതായിട്ട് പോയിട്ടുണ്ട്. ഇനി 11-ാം തീയതി അല്ലേ ഇലക്ഷൻ. അപ്പോൾ അതിൽ ബൂത്ത് കെട്ടിലും ഇതൊക്കെ ആയിട്ട് ഒരു കച്ചവടം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നു. ഈ പ്രാവശ്യം ചൂട് പിടിക്കും. അപ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് എല്ലാ പാർട്ടിക്കാരും വേണം. എല്ലാ പാർട്ടിയും അതല്ലേ കണ്ടിട്ടാണ്. എല്ലാവരും ഷാളിട്ടുണ്ട്, എല്ലാവരും തൊപ്പിയുണ്ട്. ആർക്കും രാഷ്ട്രീയമില്ല. ആർക്കും വോട്ട് ചെയ്യാൻ പോകാറില്ലേ? പോകാറുണ്ട്. അതിൽ രാഷ്ട്രീയമുണ്ട്, പക്ഷെ അത് പുറത്ത് പറയില്ല. ഇത് തന്നെയാണെങ്കിലും നമ്മൾ ഇന്ന് സ്ഥാനാർത്ഥിക്കൊപ്പം സഞ്ചരിക്കുന്നത് ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിൽ നിൽക്കുന്നത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇത്ര കട്ടയ്ക്ക് മത്സര രംഗത്ത് നിൽക്കുന്നത് എന്താണെന്ന് ഒന്ന് അറിയുക തന്നെ വേണം. അപ്പോൾ ആ സ്ഥാനാർത്ഥിക്കൊപ്പം പതിനഞ്ചാം വാർഡിൽ നിൽക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ചെറിയ ആളല്ല എന്നത്. ഈ നിൽക്കുന്ന ആളാണ്. നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് ജൻസൺ ജോർജ്. ഞാൻ ചേർപ്പ് പള്ളിയിരിക്കുന്ന 15-ാം വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. 2 വട്ടം പഞ്ചായത്തിലും 1 വട്ടം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ടും നമ്മൾ അവിടെ ആ വാർഡിനെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. അതിലെ വിജയം എങ്ങനെ? ആദ്യത്തെ പ്രാവശ്യം 87 വോട്ടിനാണ് ആദ്യം വിജയിച്ചത്. അത് ഏത് പാർട്ടിയുടെ ഇതിലായിരുന്നു? അന്ന് കോൺഗ്രസ് ചിഹ്നത്തിലായിരുന്നു. എന്താണ് കോൺഗ്രസ് സംഭവിച്ചത്? രണ്ടാമതായിട്ട് അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് അഭിപ്രായ വ്യത്യാസം വന്ന് രാജിവെച്ച് CPM പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ചു. അന്ന് 129 വോട്ടിനാണ് വിജയിച്ചത്. പിന്നീട് 8 ഡിവിഷനിലെ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് 998 വോട്ടിന് അന്ന് CPMന്റെ ചിഹ്നത്തിൽ നിന്നാണ് മത്സരിച്ചിട്ടുള്ളത്. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ നിന്നത്. അന്ന് 1000 വോട്ടിനാണ് നമ്മൾ 998 വോട്ടിനാണ് നമ്മൾ വിജയമായിരുന്നത്. ഇപ്പം എന്താണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവാൻ കാരണം? കോൺഗ്രസിൻ്റെ ഞങ്ങളെ വാർഡിലുള്ള മീറ്റിങ്ങുകൾ കൂടി, അപ്പോൾ അവിടെയുള്ള പേരുകൾ എഴുതി കൊണ്ടുപോയി ലിസ്റ്റ് വന്നപ്പോൾ ഞങ്ങളെ വാർഡിലില്ലാത്ത പുതിയ 20-ാം വാർഡിൽ താമസിക്കുന്ന വേറൊരു വ്യക്തിക്കാണ് സീറ്റ് കൊടുക്കേണ്ടി വന്നത്. അപ്പോൾ നമ്മളെ വാർഡിലെ എന്തുകൊണ്ട് ഇടതുപക്ഷത്തിനൊപ്പം നിന്നില്ല? നമ്മൾ ഇടതുപക്ഷമായിട്ട് ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് അവർ അകൽച്ചയായിട്ട് നിൽക്കുന്നത് കോൺഗ്രസിൻ്റെ കൂടെയാണ് ഇപ്പോൾ നമ്മളൊരു 5 വർഷമായിട്ട് നിന്നോടുന്നത്. അപ്പോഴാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു വിമത സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോൾ രംഗത്ത് വരാൻ കാരണം. നമ്മൾ സ്വന്തം വാർഡിൽ ഇഷ്ടം പോലെ, അതായത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് അടക്കം രാമചന്ദ്രൻ എന്ന് പറഞ്ഞ ആളടക്കം
പ്രതിനിധാനം ചെയ്യുന്നൊരു വാർഡാണ്. ഇവരെ ആരും പരിഗണിക്കാതെ പുറത്തു നിന്നുള്ള 20-ാം വാർഡിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. അത് മാർക്കറ്റിൻ്റെ ചേർപ്പ് മാർക്കറ്റിൻ്റെ ബാക്കിൽ താമസിക്കുന്ന സുഹൃത്തിനെയാണ് നിർത്തിയിട്ടുള്ളത്. അതിലുള്ള പ്രതിഷേധമാണ് നമ്മൾ അവിടെ നമ്മുടെ ജനങ്ങളെല്ലാവരും നമ്മളോട് പറഞ്ഞു, ജെൻസൺ ഈ വാർഡിലൊരാൾ വേണം, നിങ്ങൾ മത്സരിക്കണം. എങ്ങനെയുണ്ട് ജനങ്ങളുടെ സപ്പോർട്ട്? എങ്ങനെയുണ്ട്? ജനങ്ങളെല്ലാവരും ഞാൻ വന്നതിൽ വളരെ സന്തോഷമാണ്. അവർ ഒറ്റയാൾ പോരാട്ടമാണല്ലേ? ഒറ്റയാൾ പോരാട്ടമാണ്. ഒറ്റയ്ക്കാണ്. ഞാൻ വന്ന് അവിടെ കൂടിയുണ്ട്. ജനങ്ങൾ നമ്മൾ ഫുൾ സപ്പോർട്ടാണ്. അവർക്ക് ഞാൻ വന്നതിൽ സന്തോഷം. സ്ഥാനാർത്ഥി പര്യടനത്തിൽ സ്വാഭാവികമായിട്ടും അണികൾ ധാരാളം പേരാണ് നമ്മൾ കണ്ടേക്കുന്നത്. പക്ഷേ നമ്മളിത് ചിത്രീകരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ഒരു മനുഷ്യൻ്റെ കൂടെ ഈ ഒരു മനുഷ്യൻ തന്നെയുള്ളൂ. സത്യം പറഞ്ഞാലേ കഴിഞ്ഞ ദിവസം ഒരു പാലയിൽ ഒരു സ്ഥാനാർത്ഥി ടെലിവിഷനാണ് ചിഹ്നം വന്നത്. തലയിൽ ടെലിവിഷൻ ചുമന്നിട്ടാണ് പ്രചരണം നടത്തിയത്. അത്തരത്തിലൊരു വ്യത്യസ്ത ചിന്ത നോക്കാൻ വളർന്നു. അല്ല, ടെലിവിഷനാണ് ചിഹ്നം എൻ്റെ. അപ്പോൾ തലയിൽ ചുമന്നിട്ടാണ് ആള് സ്ഥാനാർത്ഥി. തലയിലൊന്നും നമ്മൾ ചോക്കുന്നില്ല. ജനങ്ങളെ മനസ്സിലാണ്, എൻ്റെ ഹൃദയങ്ങളിലാണ് ടെലിവിഷൻ എന്ന ചിഹ്നവും ഞാനും. എങ്ങനെയുണ്ട് ജനങ്ങളുടെ ആ ഫീഡ്ബാക്ക്? എങ്ങനെയാണ് ചെല്ലുമ്പോൾ ഉള്ള വോട്ടർമാരുടെ? ജനങ്ങൾ വളരെ സന്തോഷമാണ്. തിരിച്ചും ഞാൻ പഞ്ചായത്തിലേക്ക് വരുന്നു, അവരെല്ലാ കാര്യങ്ങൾക്കും കൂടി ഉണ്ടാവും. അപ്പോൾ അവർ പറയുന്നത് ജെൻസനെ പോലെയുള്ള ഒരു ജനപ്രതിനിധിയെ ബാക്കിയുള്ളവർ കണ്ടുപഠിക്കണം എന്നാണ് എല്ലാവരും പറയുന്നത്. അച്ഛാ എല്ലാ കാര്യത്തിനും വിളിച്ചാലുണ്ടാവും, അതോടെ എല്ലാ ദിവസവും നടത്തമുണ്ടാവും. അങ്ങനത്തെ ഒരാളെ തന്നെ അവർക്ക് കിട്ടാറില്ല. ജെൻസനാകുമ്പോൾ എല്ലാ ദിവസവും മോർണിംഗ് വാക്ക് ആ വാർഡിലൂടെ, ആ പെരുങ്കുളം വാർഡിൻ്റെ ചുറ്റും, ആ പാടശേഖരത്തിന് ചുറ്റും നടക്കുന്ന എല്ലാവർക്കും നടക്കുമ്പോൾ കാലത്ത് എഴുന്നേൽക്കുമ്പോൾ എൻ്റെ മുഖം കണ്ടിട്ട് ഒറ്റ വാക്ക്, അങ്ങ് ഒരു നിർണായക ഘടകമാവുമോ ചേർപ്പ് പഞ്ചായത്തിൽ? ഇന്നത്തെ സ്ഥിതിവിശേഷം വെച്ച് നോക്കുമ്പോൾ എല്ലാവരും വായിൽ നിന്ന് പറയുന്നുണ്ട്, തൃശ്ശൂർ കോർപ്പറേഷനിൽ സംഭവിച്ചതുപോലെ, മേയർ സംഭവിച്ചതുപോലെ എല്ലാ കണ്ണും ഈ ചേർപ്പ് പള്ളി ഡിവിഷനിലേക്ക് മാറുമോ, അല്ലെങ്കിൽ ആ വാർഡിലേക്ക് മാറുമോ? പള്ളി ഡിവിഷനിലേക്കാണ് എല്ലാവരും ആകാംക്ഷയോടെ ഇപ്പോൾ നോക്കി നിൽക്കുന്നത്. പെരുങ്കുളം വാർഡിലേക്ക്, വാർഡ് 15ലേക്ക്. എന്ന് വെച്ചാൽ അതൊരു നിർണായക മത്സരമാണ്. ജെൻസൺ ജോർജ് വന്നാൽ ആരെ കൂടെ, ആര് സപ്പോർട്ട് ചെയ്യും, ആരെ കൂടെ നിൽക്കും എന്നുള്ള ഒരു ആകാംക്ഷ എല്ലാ ജനങ്ങളിലും ഉണ്ട്. കൗതുകം കൂടിയുണ്ട്. എന്തായാലും എല്ലാവിധ ഭാവങ്ങളും ഞങ്ങൾ നേരുകയാണ്. സന്തോഷം. എന്തായാലും ഈ കുറി വിജയത്തിലേക്ക് എത്തട്ടെ. മീഡിയ ഫോറിന് എല്ലാവിധ അഭിനന്ദനങ്ങളും. തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ സ്ഥാനാർത്ഥികൾക്കൊപ്പം ഞങ്ങളിങ്ങനെ സഞ്ചരിച്ച് കൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്തമായ സ്ഥാനാർത്ഥികൾക്ക് പരമാവധി ഞങ്ങൾ ആളുകൾക്കൊക്കെ എത്തുവാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. തുടക്കം തന്നെ ഞങ്ങൾ പറയട്ടെ, ഇതിൻ്റെ ഈ ഒരു ഇന്നത്തെ അധ്യായം സമാപിക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങളൊരു കാര്യം പറയട്ടെ. ഞങ്ങൾ ആരുടെ ഒരു പക്ഷം പിടിക്കാനൊന്നും ഞങ്ങൾ ശ്രമിക്കുന്നില്ല. നിഷ്പക്ഷമായിട്ട് ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് തന്നെയാണ് മാധ്യമപ്രവർത്തനം മീഡിയ ഫോർ നടത്തുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടീനെ ഉയർത്തിക്കിട്ടുവാനോ താഴ്ത്തിക്കിട്ടുവാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യാനൊന്നും ഞങ്ങൾ തയ്യാറാവുന്നില്ല. ഞങ്ങൾ നിൽക്കുന്നത് ഈ കാണുന്ന അല്ലേ, ഈ നടന്നു പോകുന്ന, ഈ ഇരിക്കുന്ന, ഈ ചിരിക്കുന്ന, അല്ലെങ്കിൽ ആ കടകളിലെ സാധനങ്ങൾ മേടിക്കുന്ന സാധാരണക്കാർക്കൊപ്പം തന്നെയാണ് ടീം മീഡിയ ഫോർ നിലകൊള്ളുന്നത്. അപ്പോൾ മറ്റൊരു സ്ഥാനാർത്ഥിയുമായി വീണ്ടും കണ്ടുമുട്ടാം. തൃപ്രയാർ ഏകാദശിയോടനുബന്ധിച്ചുള്ള ആധ്യാത്മിക കലാ സാംസ്കാരിക പരിപാടികൾക്ക് തിരിതെളിഞ്ഞു. ഈ മാസം 15-ന് തൃപ്രയാർ ഏകാദശി ദിനം വരെ വൈവിധ്യമാർന്ന പരിപാടികളാണ് അരങ്ങേറുക. തൃപ്രയാർ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ ഒരുക്കിയ വേദിയിലാണ് ഏകാദശിയോടനുബന്ധിച്ചുള്ള കലാസാംസ്കാരിക പരിപാടികൾ അരങ്ങേറുന്നത്. ചൊവ്വാഴ്ച വൈകിട്ട് നടന്ന ചടങ്ങിൽ ഗാനരചയിതാവ് BK ഹരിനാരായണൻ ആധ്യാത്മിക കലാസാംസ്കാരിക പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നമുക്കറിയാം, കേരളത്തിലെ നമ്മുടെ ഈ ഭാഗത്ത്, ഈ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏകാദശികൾ എടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഏകാദശി ആഘോഷങ്ങൾ മുഴുവൻ സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ഉത്സവങ്ങളാണ്. കാരണം വലിയൊരു കാലഘട്ടം മുമ്പ് ഇത്തരം സംഗീതത്തിനും നൃത്തത്തിനും ഒക്കെ ഇടമായി മാറിയത് ദക്ഷിണേന്ത്യയിൽ എവിടെയായാലും ഇത്തരം ക്ഷേത്രങ്ങൾ അങ്ങനെ ഇടമായി മാറിയതുകൊണ്ട് തന്നെ ഇത്തരം ഏകാദശി ആഘോഷങ്ങളൊക്കെ, ഇപ്പോൾ ഗുരുവായൂരാണെങ്കിൽ പഞ്ചരത്ന ഇതോടുകൂടിയാണ് TM കൃഷ്ണയെ പോലുള്ള അതിപ്രഗത്ഭരായിട്ടുള്ള ഗായകർ വന്നിട്ടാണ് ഗുരുവായൂർ സംഗീതോത്സവം ഇപ്പോൾ സമാപിച്ചത്, നിരവധി പ്രധാനപ്പെട്ട കച്ചേരികളായിട്ട്. ഇവിടെയും ഇപ്പോൾ ഇന്ന് നമുക്കൊപ്പം ഇവിടെ ഇരിക്കുന്ന ആശാ സുരേഷിൻ്റെ സോപാന സംഗീതത്തോടു കൂടിയിട്ട് തൃപ്രയാർ ഏകാദശി ഉത്സവത്തിൻ്റെ 14 ദിവസത്തെ അല്ലെങ്കിൽ ചടങ്ങുകൾ ഓരോ ദിവസവും പ്രഗത്ഭമതികളായിട്ടുള്ള പലവിധ കലാകാരന്മാർ, രാമചന്ദ്ര പുലവരെ പോലുള്ളവരെത്തുന്നുണ്ട്.
നിരവധി ഇപ്പം മീര രാംമോഹൻ്റെ കച്ചേരി ഞാനിതിൽ കണ്ടു, സാക്സഫോൺ കച്ചേരി കണ്ടു, പഞ്ചവാദ്യമുണ്ട്, നിരവധി നൃത്തം. ഇപ്പം ഇവിടെ സ്വാഗതത്തിൽ സൂചിപ്പിച്ചു 120ഓളം നൃത്തോപാസകരുടെ നൃത്തങ്ങൾ ഇവിടെ നടക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ഇവിടം ഈ ഒരു 15 ദിവസം കലയുടെ ഇടമായിട്ട് മാറുകയാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ അധ്യക്ഷനായി. ദേവസ്വം തൃശൂർ ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ എം മനോജ് കുമാർ, തൃപ്രയാർ ദേവസ്വം മാനേജർ മനോജ് കെ നായർ, ക്ഷേത്ര ക്ഷേമസമിതി പ്രസിഡന്റ് സുനിൽകുമാർ വെന്നിക്കൽ, സനാതനധർമ്മ പാഠശാല പ്രസിഡന്റ് പി മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുമാരി ആശ സുരേഷ് അവതരിപ്പിച്ച സോപാന സംഗീതം, തൃപ്രയാർ ശ്രീരഞ്ജിനി കലാക്ഷേത്രം അവതരിപ്പിച്ച നൃത്തസന്ധ്യ എന്നിവ അരങ്ങേറി. ഈ മാസം 14-ന് ദശമിയും 15-ന് ഏകാദശിയും 16-ന് ദ്വാദശിയും ആഘോഷിക്കും. പശുപാലും ശർക്കര 10 തേങ്ങ പന്തിരുനാഴി ഊണക്കലരി 24 കദളിപ്പഴം. കനത്ത മഴയിൽ കയ്പമംഗലത്ത് വീട് തകർന്നു. കയ്പമംഗലം 7-ാം വാർഡ് ചളിങ്ങാട് ഒറ്റത്തെ സെന്ററിന് കിഴക്ക് പൂപ്പുള്ളി വീട്ടിൽ അബ്ദുൾ ഹക്കീം മൗലവിയുടെ വീടാണ് തകർന്നത്. ഇന്ന് രാവിലെ 9 മണിയോടെയാണ് സംഭവം. ഓടിട്ട വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. സംഭവ സമയം വീട്ടിൽ ആളില്ലാത്തതിനാൽ ആളപായമില്ല. പഞ്ചായത്ത്, വില്ലേജ് അധികൃതർ സ്ഥലത്തെത്തിയിരുന്നു. അവിട്ടത്തൂരിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച അപകടത്തിൽ യുവതി മരിച്ചു. ബുധനാഴ്ച രാവിലെ 7:45-ന് അവിട്ടത്തൂർ സ്കൂളിന് സമീപമാണ് അപകടം നടന്നത്. കൊറ്റനല്ലൂർ പട്ടേപ്പാടം സ്വദേശി മംഗലത്തറ വീട്ടിൽ ആസിഫയാണ് മരിച്ചത്. പട്ടേപ്പാടം ഭാഗത്തു നിന്നും വന്നിരുന്ന ആസിഫ അവിട്ടത്തൂർ സ്കൂൾ കഴിഞ്ഞുള്ള ഇറങ്ങി വരികയായിരുന്നു. എതിരെ വന്നിരുന്ന തൃശൂർ സ്വദേശികളായ യുവാക്കൾ സഞ്ചരിച്ചിരുന്ന കാറുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഉടൻ തന്നെ പുല്ലൂർ മിഷൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇസാഫ് ബാങ്കിന്റെ ചേർപ്പ് ബ്രാഞ്ചിലെ അസിസ്റ്റന്റ് മാനേജറാണ് ആസിഫ. ആളൂർ പോലീസ് എത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. സിദ്ദീഖാണ് ആസിഫയുടെ ഭർത്താവ്. പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പുല്ലൂർ അവിട്ടത്തൂർ റൂട്ടിലെ സ്ഥിരം അപകട മേഖലയിലാണ് അപകടമുണ്ടായത്. കനത്ത മഴയെ തുടർന്ന് പെരിഞ്ഞനത്ത് ദേശീയപാതയിൽ വെള്ളക്കെട്ട് രൂക്ഷം. ഇരുചക്ര വാഹന യാത്രികർക്ക് വെള്ളക്കെട്ട് അപകടക്കെണിയാകുന്നു. ദേശീയപാതയിലെ കുഴികൾ മഴ ശക്തമായതോടെ വെള്ളം നിറഞ്ഞ അപകടക്കെണിക്ക് തുല്യമായ സ്ഥിതിയിലാണ്. പെരിഞ്ഞനം കൊറ്റംകുളം സെന്ററിന് തെക്കുഭാഗത്ത് പുളിഞ്ചോടാണ് വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുള്ളത്. റോഡിലെ കുഴികളിൽ വെള്ളം നിറഞ്ഞതോടെ അപകടത്തിലായത് ഇരുചക്ര വാഹന യാത്രികരാണ്. നിരവധി ബൈക്ക് യാത്രികരാണ് വെള്ളക്കെട്ടിലായി റോഡിലെ കുഴികളിൽ വീണ് അപകടത്തിൽപ്പെട്ടത്. സ്കൂൾ വിദ്യാർത്ഥികൾ, മത്സ്യത്തൊഴിലാളികൾ എന്നിവരടക്കമുള്ളവരാണ് അപകടത്തിൽപ്പെടുന്നത്. റോഡിലെ കുഴികൾ നികത്തി അപകടങ്ങൾ ഒഴിവാക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 11,970 രൂപ, പവന് 95,760 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചൊവ്വൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് വിശുദ്ധന്റെ ഊട്ടുതിരുനാളോടെ ഭക്തി നിർഭരമായ സമാപനം. കാലം മാറുന്നതിനൊപ്പം തെരഞ്ഞെടുപ്പ് പ്രചരണ രീതിയിൽ മാറ്റം വരുത്തി ചേർപ്പിലെ NDA സ്ഥാനാർത്ഥികൾ. QR കോഡ് മുഖേനയുള്ള ഡിജിറ്റൽ പ്രചരണമാണ് NDA സ്ഥാനാർത്ഥികൾ നടത്തുന്നത്. ഞെരുവശ്ശേരി ഞെരൂക്കാവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ചൂട്ടേറ് ചടങ്ങ് നടന്നു. നിരവധി ഭക്തരാണ് ചൂട്ടേറ് ചടങ്ങിൽ പങ്കെടുത്തത്.
വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.